എത്തിയപ്പോൾ യാത്രക്കാരൻ പ്ലാറ്റ്ഫോമിലിറങ്ങി സമൂസ വാങ്ങി. UPI ആപ്പ് വഴി പണമടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഇടപാട് പൂർത്തിയായി തുടങ്ങിയതിനാൽ ആശങ്കയിലായ യാത്രക്കാരൻ കയ്യിലെ സ്മാർട്ട് ഫോണായതോടെ കടക്കാരന് നേരെ നടപടിയെടുത്തതായി റെയിൽവേ അറിയിച്ചല്ലോ. കാര്യമൊക്കെ ശരിയാണ്. ഡിജിറ്റൽ മണി ട്രാൻസ്ഫറും പരിപാടികളൊക്കെ ആയിട്ട് കയ്യിൽ കാശില്ലാതെ ഫോണിൽ തന്നെ എല്ലാ പരിപാടികളും നടക്കും. അത്യാവശ്യം സംഭവമൊക്കെ നടക്കും എല്ലായിടത്തും. നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടോ ഒക്കെ ഇടയ്ക്ക് നമുക്ക് പണി കിട്ടിയെന്നും ഇരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണ്ടേ? കുറച്ച് കാശ് കയ്യിൽ വെച്ചോളുക. ഒത്തിരി രൂപ വെക്കണ്ട. ഒത്തിരി രൂപ കയ്യിലിരിക്കുമ്പോഴല്ലേ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകാനൊക്കെ ഉള്ള പ്രേരണയൊക്കെ വരുള്ളൂ. അപ്പോൾ പുറത്തോട്ടൊക്കെ പോകുമ്പം ചെറിയ ഇതുപോലുള്ള ട്രാവലൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ആ ATM നിന്ന് ഒരു 500 രൂപയിലുള്ള അല്ലെങ്കിൽ ഒരു 1000 രൂപ എന്തെങ്കിലും ഒന്ന് കയ്യിൽ വെച്ചോണ്ടൊക്കെ എല്ലാവരും ട്രാവൽ ചെയ്യുക കേട്ടോ. വെറുതെ എന്തിനാണ് ഇതുപോലൊക്കെ പണി മേടിക്കുന്നത്? ഇതിപ്പോൾ ആ കടക്കാരനെതിരെ നിയമ നടപടിയൊക്കെ എടുത്തു എന്നൊക്കെ അവർ പറഞ്ഞു റെയിൽവേക്കാർ. കാരണം സമൂസ മേടിച്ചിട്ട് കൊടുക്കാനായിട്ട് കാശ് കയ്യിലില്ലായിരുന്നത് കൊണ്ട് UPI ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, നടന്നില്ല. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ആ ചെക്കനോട് ഇത്രേ സംഭവിച്ചുള്ളൂ. പക്ഷേ പുള്ളി സ്മാർട്ട് വാച്ച് മേടിച്ചു, അതിൽ നിന്ന് സമൂസയും കൊടുത്ത ചെറുക്കനെ വീട്ടത്. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യേണ്ട ഒരവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടില്ലേ. അതുകൊണ്ട് എല്ലാവരും ഓർത്തോളുക, കയ്യിൽ ഇച്ചിരി കാശൊക്കെ ആയിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങണം കേട്ടോ. അപ്പോൾ ശരി എന്നാൽ.